For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ. ഇത്തിയാൻ മലയിലെ ക്വാറി പ്രവർത്തനം അനുവദിക്കില്ല, മുന്നറിയിപ്പുമായി ജനകീയ സമരസമിതി. പനമണ്ണയിലെ ഇത്തിയാൻ മലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ക്വാറിയിൽ നിന്നും കല്ലെടുക്കാൻ വാഹന ഉടമകളും ഡ്രൈവർമാരും വരരുത് എന്നും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ 32ാം വാർഡ് കൗൺസിലർ സരൂപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജനകീയ സമിതി നാട്ടുകാർ ഈ കോറി ഉടമയുടെ അടുത്ത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറണം, പനമണ്ണയുടെ സ്വസ്ഥ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കരിങ്കൽ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന്. പക്ഷേ അത്തരം വാക്കുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട്, ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പനമണ്ണയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെ ഈ കരിങ്കൽ മാഫിയ, ഈ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഈ കരിങ്കൽ മാഫിയ ഇവിടെ അഴിഞ്ഞാടുകയാണ്. ഇതിനെതിരെയാണ് നമ്മുടെ ഈ ജനകീയ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വാർഡ് കൗൺസിലർമാരായ അർച്ചന, വിനീത, ഷിബു, അജീഷ്, അനങ്ങനടി പഞ്ചായത്ത് മെമ്പർ പ്രദീപ്, ബാലചന്ദ്രൻ, ശ്രീധരൻ, മുൻ കൗൺസിലർമാരായ അബ്ദുൽ നാസർ, സജിത് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.